ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 65 റിവ്യൂ ആണ്. ഈ പവർ റൂം എന്ത് മെനകെട്ട കോൺസെപ്റ്റ് ആയിരുന്നല്ലേ. ആ ഒരു സംഗതി അങ്ങോട്ട് എടുത്ത് മാറ്റിയപ്പോഴത്തേന് മൊത്തത്തിൽ ഗെയിമിൽ ഒരു ഫ്രഷ്നെസ് വന്നു. പുതിയൊരു ബിഗ് ബോസ് സീസൺ 6 കാണുന്നത് പോലെയാണ് ഇന്ന് ലൈവും എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നത്. കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളും അവരുടെ ആ ഒരു വ്യക്തിത്വമൊക്കെ കറക്റ്റായിട്ട് കാണിക്കാൻ തുടങ്ങി. അല്ല എന്നുണ്ടെങ്കിൽ പവർ റൂം, ഡെന്ന്, നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ നിന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാവുന്നു, അതേപോലെ തന്നെ വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടാവുന്നു. ഇന്ന് അതൊന്നും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ചും കൂടെ രസം തോന്നി. നമുക്ക് അത്രയധികം നെഗറ്റീവ് തോന്നിയില്ല. അവസാനം ആ ഒരു കംഫർട്ടിന്റെ ടാസ്ക് ഒക്കെ വന്നപ്പോഴത്തേന് ഈ സിജോ നോറ തമ്മിൽ പോലും ഉള്ള ആ ഒരു കെമിസ്ട്രി നൈസ് ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. നോറ അത്രയധികം ആത്മാർത്ഥമായിട്ട് ചിരിച്ച് ഈ സീസണിൽ ഞാൻ കണ്ടത് ഇന്നത്തെ ദിവസമാണ്. മിനിഞ്ഞാന്ന് നോറ ജാസ്മിനെ ഈ ജയിൽ നോമിനേഷനിലേക്ക് വിടരുത് എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നു. ഇന്നലെ അത് ലാലേട്ടന്റെ മുൻപിൽ എടുത്തു പറയുന്നു. അപ്പോഴത്തേന് മൊത്തത്തിൽ ഈ വ്യക്തി വൈരാഗ്യം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ അലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അൻസിബ, ഋഷി അവരുടെ കാര്യം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വേറെ മോഡിലുള്ള ആൾക്കാരാണ്. അവരും പതുക്കെ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നമ്മൾ പണ്ട് ജബ്രി കോംബോ പറയുന്നത് പോലെയാണ്, ഈ അൻസിബ പോയാൽ ഋഷിയുടെ ഗെയിം കയറി വരത്തുള്ളൂ. അൻസിബയാണെന്നുണ്ടെങ്കിൽ ഗെയിം കാണുന്ന ആളുകളെയും അതേപോലെ തന്നെ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടനെയൊക്കെ പോലും ചുമ്മാ ഇങ്ങനെ വില കുറച്ച് കണ്ടിട്ടാണ് ഗെയിം കളിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അൻസിബയ്ക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമില്ല. അൻസിബയെ സേവ് ചെയ്യുന്ന സമയത്ത് മുഖമൊക്കെ അങ്ങോട്ട് മാറും. പോവണം എന്ന് പറയുന്ന ഒരാളെ പിടിച്ചു നിർത്തുന്ന ഒരു ഗെയിം ഓഡിയൻസ് എന്തിനാണ് കളിക്കുന്നത്? അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെ അങ്ങോട്ട് പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് എനിക്കത്ര റൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നുന്നില്ല. ഇന്നിപ്പം നോറ അൻസിബയുടെ നോമിനേഷന്റെ പരിപാടിക്ക് വേണ്ടി കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു. നമുക്കറിയാം അൻസിബ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അൻസിബ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അൻസിബ അക്സെപ്റ്റ് ചെയ്യണം, അൻസിബയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നറിയാം. പക്ഷെ രാവിലെ അങ്ങനെയല്ലല്ലോ അൻസിബ പറഞ്ഞത്. അൻസിബ പറഞ്ഞ ഒരു കാര്യത്തിനകത്തും ഒരു തെറ്റുണ്ട് എന്ന് അൻസിബ ഇപ്പോഴും സമ്മതിക്കുന്നില്ല. എന്നാൽ കൺഫെഷൻ റൂമിലേക്ക് വരുന്ന സമയത്ത്, നോമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നോമിനേഷൻസ് ഫുള്ളാണ്, ഞാൻ അവിടെ പോയിരുന്നോളാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണത്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. അല്ലാതെ ചെയ്ത ഒരു കാര്യത്തിലും തെറ്റില്ല എന്ന് വാദിക്കുന്ന ഒരാൾ എന്തിനാണ് നോറ പറയുമ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ എവിക്ഷനെ പേടിയില്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടല്ലേ? അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും എനിക്ക് അവരോട് ഹെയ്റ്റ് ആണെന്ന്. അങ്ങനെയൊന്നുമല്ല. ബാക്കിയുള്ള ആൾക്കാരെ മൊത്തത്തിൽ നോക്കിയിട്ട് അവരതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയും ഇദ്ദേഹം അതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ എപ്പിസോഡിൽ ഇന്ന് പ്രധാനപ്പെട്ടതായി തീയായിട്ട് ഉണ്ടായിരുന്നത് നന്ദന ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നതായിരുന്നു. ഋഷി ബാഡ്ജ് ധരിപ്പിക്കുന്നു, നന്ദന തീ പറിക്കുന്നു. നന്ദന ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയൊരു സംഗതിയുണ്ട്. നന്ദനയ്ക്ക് നല്ല ഒബ്സർവേഷൻ ഉണ്ട്. നന്ദന അവിടെ നടക്കുന്ന എല്ലാ അനീതികളെ കുറിച്ചിട്ടും എല്ലാ തോന്നിയാസങ്ങളെ കുറിച്ചിട്ടും വൃത്തിയില്ലായ്മയെ കുറിച്ചിട്ടും ഒരു ടീം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവിടെ ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോടെ പറയുന്നുണ്ട്. സിജോയ്ക്ക് എപ്പോഴും നന്ദനയോട് പരാതി പറഞ്ഞിരുന്നത് നന്ദനയുടെ ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയെ കുറിച്ചിട്ടാണ്. എന്നാൽ ഇതുവരെ ഒരു ക്യാപ്റ്റനും പറയാത്ത തരത്തിലേക്ക് ഹൗസിലെ ഏറ്റവും ഇസഡ് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് വളരെ നിമിഷ നേരം കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതേപോലെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ടീമിന് ഡ്യൂട്ടിയൊക്കെ കൊടുക്കുന്നത്. ആ ടീമിലുള്ള അംഗങ്ങളെ കാണുന്ന സമയത്ത് തന്നെ അവർ ചേർന്നിട്ട് ഈ ഒരു ഡ്യൂട്ടികൾ ഇനി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന സമയത്ത് തന്നെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. നന്ദന ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സിജോയ്ക്ക് ബോധിപ്പിക്കാൻ ഒരു പരാതി ഉണ്ടായിരുന്നു. രാവിലെ ജാസ്മിൻ ആൻഡ് നോറ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഒത്തിരി അധികം സമയമെടുക്കും. മോർണിംഗ് ടാസ്കിനെ അത് ബാധിക്കും, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും, ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം നന്ദനോട് ചോദിക്കുന്നുണ്ട്. നന്ദന അതിനൊരു പരിഹാരം വരുത്തുന്നുണ്ട്. ജാസ്മിൻ ആ ഒരു മൊമെന്റിൽ ആ ഒരു ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും അല്ലേ കുളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ, എല്ലാ ദിവസവും കുളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊരു രസമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതിലും വലിയ വഴക്കോ സംഭവങ്ങളോ ഒന്നുമില്ല. അർജുൻ, ശ്രീതു എന്നിവർക്കിടയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ചില മൊമെന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലൈവിൽ കാണാൻ പറ്റുന്നത്. അതിലും നല്ല പോസിറ്റീവ് സംഭവങ്ങളുണ്ട്. ഇന്ന് കുറച്ചും കൂടെ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ ടാസ്കിൽ കേട്ടതാണ്. അവർ ആ ഒരു പവർ റൂമിനെ കുറിച്ചിട്ടൊക്കെ രാവിലെ മുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പവർ റൂമിന്റെ പേര് പീപ്പിൾ റൂം എന്നൊക്കെ ആക്കി മാറ്റിയപ്പോഴത്തേന് ചെറിയൊരു വിഷമൊക്കെ ഉണ്ട്. ശ്രീതു പവർ റൂമിൽ കയറാനായിട്ടും താമരക്കെട്ടിലയിൽ കിടക്കാനായിട്ടും ഒക്കെ ഒത്തിരി അധികം പണിയെടുത്താണല്ലോ. അർജുൻ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളെ നോക്കി കാണുന്നത്. ഈ പേര് മാറ്റിയതിനെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഈ പവർ റൂം ആർക്കും കയറി നിരങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തത്, ആ ഒരു കോൺസെപ്റ്റിനെ ആക്കിയെടുത്തത് കണ്ടസ്റ്റൻസ് തന്നെയാണ്.
അപ്പം ഇവർക്ക് ആ ഒരു പവർ റൂം എന്ന് പറയുന്ന പരിപാടി വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണത് പീപ്പിൾ റൂം ആക്കി മാറ്റുന്നത്. സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ സൗകര്യമുണ്ട് പവർ റൂമിൽ. അപ്പോൾ അതിലേക്ക് കയറുന്ന കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ്റെ ഒരു നിയന്ത്രണത്തിലാവുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയില്ല. ഇവർ ആ ഒരു ടീം അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും റൂമിലേക്ക് ആളുകളെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം നന്ദന ക്യാപ്റ്റൻസി ബാഡ്ജ് ധരിച്ച് ക്യാപ്റ്റനായിട്ട് മാറുകയാണ്. പവർ റൂം കോൺസെപ്റ്റ് എടുത്ത് മാറ്റിയതിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നു, ക്യാപ്റ്റനാണ് ഇനി എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം എടുക്കേണ്ട ഒരു വ്യക്തി. കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറേയധികം സാധ്യതകളുണ്ട്. നന്ദനയ്ക്ക് ഈ ഒരു സമയത്ത് ക്യാപ്റ്റൻസി കിട്ടിയത് ഒരു പ്ലസ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നല്ല രീതിയിൽ ഗുണം ചെയ്യും. നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് ക്യാപ്റ്റൻസി നേടിയത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗെയിം ഡൗൺ ആയിട്ട് നിൽക്കുകയായിരുന്നു. നന്ദന എന്താണ് എന്ന് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ക്യാപ്റ്റൻസി കിട്ടുന്നത്. ഇന്ന് നന്ദന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി മുതൽ ഇൻഡിവിജ്വൽ ഗെയിമുകളാണ്. ജോലി അനുസരിച്ചിട്ടാണ് ടീമിനെ ഡിവൈഡ് ചെയ്യുന്നത്. ബാത്റൂമിന്റെ കാര്യങ്ങൾ നോക്കുന്നത് സായി, സിജോ, അപ്സര. അവർ ടണൽ റൂമിലാണ് കിടക്കുന്നത്. ചുമ്മാ റൂമിന്റെ പേര് മാത്രമാണ്. ഫ്ലോർ കൈകാര്യം ചെയ്യുന്നത് ജാസ്മിൻ, അഭിഷേക്, അർജുൻ. അവർ ആ നെസ്റ്റിന്റെ റൂം എടുക്കുന്നു. വെസൽ ചെയ്യുന്നത് ജിൻഡോ, റസ്മിൻ എന്നിവർ ചേർന്നിട്ടാണ്. 2 ആളുകളേ ഉള്ളൂ, നല്ല ടീമാണ്. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളും അവർ വൃത്തിയാക്കേണ്ടതുണ്ട്. കിച്ചൺ ടീം അൻസിബ, ശ്രീതു, ഋഷി, നോറ. പീപ്പിൾ റൂമിൽ കിടക്കാനായിട്ടുള്ള ഒരു അവസരവും അതുവഴി അവർക്ക് കിട്ടും. ശ്രീധു നമ്മുടെ കിടക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ടല്ലോ. ക്യാപ്റ്റന് ഏത് റൂമിലും കിടക്കാമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ രീതികൾ പറയുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുകയാണ്. വാഗ്ദാനങ്ങളുടെയൊക്കെ സമയം കഴിഞ്ഞല്ലോ. ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ ശക്തമായിട്ട് നന്ദന പറയുകയാണ്. സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്റ്റനാണ് നന്ദന. അത് ക്യാപ്റ്റനായിട്ടോ നന്ദനയായിട്ടോ അവിടെ ഉണ്ടാവും. വൃത്തിയും വെടുപ്പും നന്ദനയ്ക്ക് മസ്റ്റാണ്. ആജ്ഞാപിക്കാനായിട്ടുള്ള റൈറ്റ് വേറെ ആർക്കും ഇല്ല. ഇപ്പോൾ ഫ്ലോർ മോശമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ഒക്കെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ജിൻഡോയുടെ ഒരു സ്ക്രീൻ സ്പേസ് ആയിട്ട് എടുത്തിട്ട് ഓർഡർ ഇടുകയും അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നന്ദന ആ ഒരു പരിപാടി നിർത്തിയിട്ടുണ്ട്. അതെല്ലാം നന്ദനയോട് പറഞ്ഞാൽ മതി. നന്ദന മാത്രമായിരിക്കും ഓർഡർ ഇടുന്നത്, ആജ്ഞാപിക്കുന്നത്. പണിഷ്മെന്റും ക്യാപ്റ്റൻ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഈ ഡ്യൂട്ടി അടക്കമുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ആൾക്കാരും നന്ദനയോട് പറയണം എന്ന് പറയുന്ന സമയത്ത് ക്യാപ്റ്റന്റെ പവറൊക്കെ ഓക്കെ, എന്നാലും നന്ദനയ്ക്ക് അതൊരു വലിയ ബേർഡനായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 2 ദിവസം കഴിയുമ്പോഴത്തേന് ഇന്ന് ചിരിച്ച് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ നന്ദനയ്ക്കെതിരെയുള്ള ഗെയിമായിട്ട് അതിനെ എടുക്കും. എങ്ങനെയാണ് നന്ദന ഇത് പെർഫോം ചെയ്യുന്നത് എന്നറിയാൻ ആകാംക്ഷയുണ്ട്. സ്വന്തമായിട്ട് ബെഡ് വൃത്തിയാക്കേണ്ടതുണ്ട്. ഡൈനിങ് ടേബിളും വെസൽ ടീം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഫുഡ് ഡൈനിങ് ടേബിളിൽ ബാക്കി വെച്ചിട്ട് പോകുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നന്ദന സൂചിപ്പിക്കുന്നുണ്ട്. സിജോ ആൻഡ് ജിൻഡോ ടോപ്പ് ഗെയിമേഴ്സ് ആണെന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ നന്ദനയുടെ ഈ ഒരു പുതിയ സംഭാഷണ ശൈലിയൊക്കെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേണം എന്നൊക്കെ സിജോ പറയുന്നു. ജിൻഡോ കുറച്ചും കൂടെ പവർ കാണിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ എല്ലാവർക്കും നന്ദനയുടെ ഈ ഒരു വേർഷൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു നന്ദന, കുറച്ചും കൂടെ ഉത്തരവാദിത്തമുള്ള മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നന്ദന ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ആവശ്യമാണ്. ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിനുശേഷം 10th വീക്ക് നോമിനേഷനാണ്. നോമിനേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് കൺഫെഷൻ റൂമിലേക്ക് 2 ആളുകളെ, ബിഗ് ബോസിന് ഇഷ്ടമുള്ള 2 ആളുകളെ വിളിക്കുകയാണ്. ഇവർ തമ്മിൽ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതുപോലെയുള്ള ഡിബേറ്റ് നടത്തിയിട്ട് അല്ലെങ്കിൽ വാഗ്വാദം നടത്തിയിട്ട് ഒരാളെ നോമിനേഷനിലേക്ക് ഇടണം. സീസൺ 6 അങ്ങനെ തോൽവി സമ്മതിക്കാൻ റെഡിയുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് എല്ലാ ടീമും കൂട്ടമായി തന്നെ നോമിനേഷനിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ അൻസിബ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ജാസ്മിൻ ആൻഡ് അഭിഷേക് പോകുന്നു. അപ്പോൾ 2 ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 ആൾക്കാരും ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്തതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ടാസ്ക് മാത്രമല്ല ഗെയിം. ജാസ്മിൻ ഇവിടെ പറയുന്നത് ജാസ്മിൻ ബാക്കിയുള്ള ജനങ്ങളിലേക്ക് സ്വയം എക്സ്പോസ് ചെയ്ത വ്യക്തിയാണ്. അഭിഷേക് അങ്ങനെ ആയിരുന്നില്ല. അതേപോലെ തന്നെ അഭിഷേകിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം ഈ ഹോട്ടൽ ടാസ്കിലൊന്നും ഗസ്റ്റിന് ഉണ്ടായിരുന്നില്ല. അതേപോലെ അഭിഷേക് പറയുന്ന ഒരു മണ്ടത്തരമുണ്ട്. ജാസ്മിൻ ജനവിധി തേടേണ്ടതാണ്, ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുപോലെ ഇവിടെ ചെയ്തു. ഒത്തിരിയധികം ജനവിധി തേടി രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ലല്ലോ. പിന്നെ അവസാനം അൻസിബ ഇറക്കിയ വജ്രായുധം ഇറക്കുകയാണ്. അപകടകരമായിട്ടുള്ള ആക്ട് ചെയ്തു, സ്റ്റൗ ഓഫ് ചെയ്തു. എണ്ണ തെറിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്ന് വൈകിട്ട് ജാസ്മിൻ്റെ ഒരു വിഷ്വൽ വെച്ച് തന്നെ ബിഗ് ബോസ് കാണിച്ചിരുന്നു. അങ്ങനെ 2 ആൾക്കാരും നോമിനേഷനിലേക്ക് വരികയാണ്. തീരുമാനമായില്ലെങ്കിൽ എന്താണ്, 2 ആൾക്കാരും നോമിനേഷനിലേക്ക് വരും. ജിൻഡോ ആൻഡ് അർജുനാണ് പോകുന്നത്. അപ്പോൾ അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള വലിയ ശക്തമായിട്ടുള്ള വാക്പോരൊന്നുമല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബഹുമാനിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഡിബേറ്റ് പരിപാടി നടത്തുന്നത്. എന്താണെങ്കിലും 2 പേരും സമ്മതിക്കുന്ന ആളുകളല്ല, സമ്മതിക്കേണ്ട ആവശ്യമില്ല. അവർ 2 ആളും നോമിനേഷനിലേക്ക് വരുന്നു. അൻസിബ ആൻഡ് നോറ പോകുന്നു. അപ്പോൾ ആ ഒരു ജയിൽ നോമിനേഷനെ കുറിച്ചിട്ടും
അതേപോലെ തന്നെ ഈ പേഴ്സണൽ ഗ്രഡ്ജിനെ കുറിച്ചിട്ടൊക്കെ നോറയ്ക്ക് അൻസിബയ്ക്കെതിരെ പറയാൻ പോയിന്റുകൾ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ അൻസിബ അക്സെപ്റ്റ് ചെയ്യുന്നു, അഭിമാനത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അൻസിബ അഭിമാനത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അപമാനത്തോടെ വീണ്ടും അൻസിബയെ അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു ഗെയിമാണ് ഓഡിയൻസിനും അതേപോലെ തന്നെ ബിഗ് ബോസിനും ഉള്ളത്. അപ്സര ആൻഡ് ഋഷി അമ്മാതിരി അലമ്പ്. എന്താണ് അവർ പറഞ്ഞത് എന്നൊന്നും ഞാൻ നോട്ട് ചെയ്തില്ല. ആ ഒരു ടാസ്കിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല. അവർ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരുന്ന ആ ഒരു കഥ പറഞ്ഞ അടിയോടടി. ബിഗ് ബോസ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉണ്ടാക്കി തീരുന്നില്ല. അവരും നോമിനേഷനിലേക്ക് വരികയാണ്. സിജു ആൻഡ് ശ്രീതു പോകുന്നു. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ രസകരമായിട്ട് സംസാരിച്ച് അവസാനം നോമിനേഷനിലേക്ക് വരുന്നു. നോറ, നന്ദന, സായി അല്ലാത്ത എല്ലാ ആൾക്കാരും നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. നോറ മറ്റേ അൻസിബ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് നോമിനേഷനിലേക്ക് വന്നില്ല. നന്ദന ക്യാപ്റ്റനാണ്. സായി മറ്റേ വജ്രം ഉണ്ടല്ലോ കയ്യിൽ, അതുകൊണ്ട് വന്നില്ല. റസ്മിൻ പിന്നെ 2 ആഴ്ച പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള നോമിനേഷനിലുണ്ട്. ഇതിനുശേഷം ബിഗ് ബോസിന്റെ ഒരു ട്വിസ്റ്റ്, ഒരു ഗെയിം ചേഞ്ചിങ് പരിപാടി. നന്ദനയ്ക്കും സായിക്കും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഒരാളെ സേവ് ചെയ്യാം. അവർ സിജോനെ സേവ് ചെയ്യുന്നു. അതൊരു നല്ല ഗെയിമായിരുന്നു. സിജോയെ സേവ് ചെയ്യുന്ന സമയത്ത് പോകാൻ സാധ്യതയുള്ള കുറേയധികം ആളുകളുണ്ട്. അപ്പം അർജുൻ ശ്രീതും ഉണ്ടല്ലോ. അപ്പം അർജുൻ പോവോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഡൗട്ടുണ്ട്. അതേപോലെ തന്നെ റസ്മിൻ പോകാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പോകാം. ഇതിനുശേഷം കംഫർട്ടിൻ്റെ സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു. പൊതുവേ ഞാൻ സ്പോൺസേഡ് ടാസ്ക് അങ്ങനെ ശ്രദ്ധിക്കാറില്ല, പക്ഷേ ഇന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. അത് സ്കിപ്പ് അടിച്ച സമയത്ത് കണ്ട ഒരൊറ്റ ഫ്രെയിം കൊണ്ടാണ് നോറ ആൻഡ് സിജോ. അതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് കണ്ടു. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. കംഫർട്ട് പാർട്ണറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിജോ അദ്ദേഹത്തിൻ്റെ കംഫർട്ട് പാർട്ണറായിട്ട് തിരഞ്ഞെടുക്കുന്നത് നോറയാണ്. പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ആ ഒരു ഭാരമൊക്കെ ഇറക്കി വെച്ചിട്ട് നോറയെ ചേർത്ത് നിർത്തി. നോറ ഹാപ്പിയായി. നോറ വളരെയധികം ഹാപ്പിയായി. ഋഷി ആസ് യൂഷ്വൽ നമുക്കറിയാം കംഫർട്ട് പാർട്ണറായിട്ട് അൻസിബയെ തിരഞ്ഞെടുക്കുന്നു. ജാസ്മിൻ റസ്മിനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കുന്നു. നന്ദന സായിയെ തിരഞ്ഞെടുക്കുന്നു. സായി ഒരു ഏട്ടനെ പോലെയാണ് നന്ദനയെ കരുതുന്നത്. അത് നമുക്കെപ്പോഴും നല്ല രസമായിട്ട് കണ്ട് ഇരിക്കാൻ പറ്റുന്ന രംഗങ്ങളാണ്. ജിൻഡോ അപ്സരയെ ചൂസ് ചെയ്യുന്നു. അപ്സര വന്ന സമയത്ത് നൃത്തത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പം ജിൻഡോ അപ്സര. അർജുൻ ശ്രീതുവിനെ ചൂസ് ചെയ്യുന്നു. എപ്പോഴും ഒരു കണക്ഷൻ തോന്നി. ഞങ്ങൾ 2 ആളുകളുടെയും കുട്ടിത്തം തമ്മിൽ മാച്ച് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കണക്ഷൻ ഉണ്ടായത്. എപ്പോഴാണ് കണക്ട് ആയത് എന്നറിയില്ല. ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ലൈഫ് ലോങ് എന്നുള്ള ഒരു കാര്യം പറയുന്നു. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് കണ്ടത്. ലൈവിലൊക്കെ കുറേ അധികം ബോറടിക്കാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ എപ്പിസോഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന എപ്പിസോഡായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.